ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സിൽവർ സ്റ്റോമിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ തന്നെ നമുക്കൊരു ഗൈഡ് വന്നിരുന്നു. ഏതൊക്കെ റൈഡ്സ് എവിടെയൊക്കെ ഉള്ളതെന്നൊക്കെ നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്ന ഈ ഒരു ഡ്രാഗൺ ഉണ്ടല്ലോ, ഇത് ഞാൻ മുമ്പ് 2 പ്രാവശ്യം വന്നപ്പോഴും ഇവിടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് എത്തുന്നത്. പിന്നെ നമ്മൾ ഫാമിലിയുടെ കൂടെ തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അന്നത്തേക്കാളും ഇന്ന് ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കുറേ പുതിയ റൈഡ്സൊക്കെ വന്നിട്ടുണ്ട്. ആൻഡ് പൂൾ ഏരിയാസും കാര്യങ്ങളൊക്കെ ഇവർ കുറേ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ ആദ്യം നമ്മൾ ഈ ഒരു ടോപ്പ് വ്യൂ കാണുന്ന ഈ റൈഡിലാണ് കയറിയത്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടും എവിടെയൊക്കെയാണ് റൈഡ്സ് ഉള്ളത് എന്നുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു റൈഡ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ആൻഡ് അങ്ങ് ദൂരെ നമുക്ക് സ്നോ സ്റ്റോമും കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് തന്നെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ജയൻറ്റ് വീലിലാണ് കയറിയത് കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കുള്ളൊരു സ്പേസ് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കുറേ റൈഡ്സ് ഉണ്ട് അവിടെ. അതിലൊക്കെ നമ്മൾ കയറി, പക്ഷേ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പുതിയ പൂൾ ഏരിയ ഇതാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തത്. കാരണം കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. പിന്നെ 2 മണിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ബീച്ചിൽ വേവ്സ് വരുന്നുണ്ട് എന്ന് പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ നമ്മൾ നേരെ ബീച്ചിലോട്ട് പോയി അവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഈ പൂൾ ഏരിയയിൽ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ആംബിയൻസ് ആയിരുന്നു. കാരണം മഴയും കൂടി വരുന്നൊരു ടൈമായിരുന്നു. അപ്പോൾ നല്ലൊരു വ്യൂവും വൈബൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. പിന്നെ ഹൊറർ ഹൗസും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു. അതിനുശേഷം നമ്മൾ 5 മണി 5:30 ടൈമിലാണ് അവിടെ നിന്ന് പോരുന്നത്. ഒരു റെഡ് വെൽവെറ്റ് ഐസ്ക്രീമൊക്കെ കഴിച്ച് നമ്മൾ മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ആ ടൈം ആകുമ്പോൾ നമുക്ക് അതിരപ്പള്ളിയിലോട്ട് എൻട്രി ഇല്ല. ബട്ട് നമ്മൾ പോകുന്ന വഴിക്ക് ജസ്റ്റ് അതിരപ്പള്ളി വ്യൂ പോയിൻ്റ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. നേരെ വണ്ടി അങ്ങോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി സ്പെൻഡ് ചെയ്തു. കാഴ്ചകളൊക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു. ഇനി നേരെ വീട്ടിലോട്ടാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വന്ന് തൃശ്ശൂർ എത്താറായപ്പോൾ നമ്മൾ തോംസൺ കാസ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് കയറിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ നേരം ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കണം എന്നുള്ളതാണ്. കാരണം അവർ നമുക്ക് വേണ്ടിയിട്ട് ടേബിൾസ് റിസർവ് ചെയ്തതിന് ശേഷം നമ്മളെ പേര് വിളിക്കും. അപ്പം നമ്മൾ അങ്ങോട്ട് ചെന്നാൽ മതി. അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് നമുക്കും അങ്ങനെ ഒരു ടേബിൾ റിസർവ്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. അപ്പം വീട്ടിൽ പോയിട്ടൊരു ചെറിയ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭയങ്കര ടയേർഡാണ്. ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.